ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് റെനൈസൻസിൽ നിന്നും അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൽ നിന്നും ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. വാഗ്ഭടാനന്ദനെ കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വാഗ്ഭടാനന്ദനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. നമുക്കറിയാം, കേരള നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ, PSC എക്സാമിന് സിലബസിൽ എല്ലാ എക്സാമിനും തന്നെ ഉള്ളതാണ് കേരള നവോത്ഥാനം എന്ന് പറഞ്ഞാൽ. ഇതിൽ ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ ഒരു വട്ടം പഠിച്ചു വെക്കുക. നിങ്ങൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ ഈ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അടുത്തൊരു എക്സാം വരുമ്പോഴും അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. വാഗ്ഭടാനന്ദൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 ഏപ്രിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. ഓക്കെ, അദ്ദേഹം ജനിച്ചത് കണ്ണൂരിലെ പാട്യം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. 1885 ഏപ്രിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണൻ എന്നാണ്. നമുക്കറിയാം, യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. സോ അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? വയലേരി കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹത്തിന്റെ ജനനം കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ്. അദ്ദേഹം ജനിച്ചത് 1885 ഏപ്രിലാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. VK ഗുരുക്കൾ, ബാലഗുരുക്കൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. VK ഗുരുക്കൾ, ബാലഗുരുക്കൾ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദനാണ്. കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകൻ ആര്? വാഗ്ഭടാനന്ദനാണ്. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അത് 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അതിന്റെ ഒരു മുഖപത്രമായിരുന്നു അഭിനവ കേരളം. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായിരുന്നത് അഭിനവ കേരളമാണ്. ആ മുഖപത്രം ഇറക്കി തുടങ്ങിയത് 1921 അഭിനവ കേരളം ഇറക്കിയത് കേട്ടോ. അപ്പോൾ ആത്മവിദ്യാസംഘം 1917 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അത് 1921 വന്നത്. ഇതിന്റെ ആപ്തവാക്യം, ഈ അഭിനവ കേരളത്തിന്റെ അല്ലെങ്കിൽ ആത്മവിദ്യാസംഘത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം കേട്ടോ. അതുപോലെ തന്നെ മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്നത്. കർഷകരുടെ മിത്രം, കർഷക തൊഴിലാളികളുടെ മിത്രം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദയാണ്. ഇപ്പൊ VK ഗുരുക്കളെന്നും ബാലഗുരുക്കളെന്നും അറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദനാണ്. കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? അത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം 1917 സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അതിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. 1921 അത് വന്നത്. അതിന്റെ ആപ്തവാക്യമാണ് ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ. ഈ വാഗ്ഭടാനന്ദയുടെ ഒരു പ്രശസ്തമായ ഒരു വാക്യമാണ് ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അത് വാഗ്ഭടാനന്ദനാണ്.
കർഷകരുടെ മിത്രം, കർഷക തൊഴിലാളികളുടെ മിത്രം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തി അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ വാക്കാണ് കേട്ടോ. നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. അതുപോലെ തന്നെ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായക സംഘം എന്ന കർഷക സംഘടന ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന കർഷക സംഘടന ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് സ്വാമി ആര്യഭട്ടനും സാമാന്ത ഭദ്രനും കേട്ടോ. സ്വാമി ആര്യഭട്ടനും സാമാന്ത ഭദ്രനുമാണ് വാഗ്ഭടാനന്ദയുടെ പ്രധാന ശിഷ്യന്മാര്. നാരായണ ഗുരുദേവനും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയത് 1914. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു അല്ലെ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കൂടി കാണുക കേട്ടോ. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ഒന്നോ രണ്ടോ ചോദ്യം ഉണ്ടാവും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും കൂടി കണ്ടു നോക്കുക. നാരായണ ഗുരുദേവനും വാഗ്ഭടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയത് 1914. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലെ. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസികയാണ് ആത്മവിദ്യാകാഹളം. ആത്മവിദ്യാകാഹളം ആരാണ് കൊണ്ടുവന്നത്? വാഗ്ഭടാനന്ദനാണ്. അതിലൊരു പ്രശസ്തമായ വാക്യമാണ് ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതെന്ന് പറഞ്ഞാൽ ആത്മവിദ്യാകാഹളം എന്ന മാസികയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖക്കുറിപ്പാണത്. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? അത് വാഗ്ഭടാനന്ദനാണ്. അപ്പൊ ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ആ ഒരു ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസിക ആത്മവിദ്യാകാഹളം. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അന്ധവിശ്വാസം, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരായി ജനങ്ങളെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദ. അതായത് അന്ധവിശ്വാസം, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനായിട്ട് അദ്ദേഹം തുടങ്ങിയതാണ് ആത്മവിദ്യാസംഘം. നമുക്കറിയാം 1917 ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ ആരംഭിച്ചത്. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. അത് ഇറങ്ങിയത് 1921. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി 1921. പ്രീതിഭോജനം നടപ്പിലാക്കിയത് 1927 വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് പ്രീതിഭോജനം 1927 നടപ്പിലാക്കിയത്. ശിവയോഗി വിലാസം എന്ന് പറഞ്ഞ വാഗ്ഭടാനന്ദന്റെ കവിത ഇറങ്ങിയത് കൃതി ഇറങ്ങിയത് 1914. അതുപോലെ തന്നെ ആത്മവിദ്യാകാഹളം എന്നത് ഇറങ്ങിയത് 1929 കേട്ടോ. അതുപോലെ തന്നെ യജമാനൻ എന്ന് പറഞ്ഞ കൃതി ഇറങ്ങിയത് 1939. ഈ ശിവയോഗി വിലാസം, ആത്മവിദ്യാകാഹളം, യജമാനൻ എന്നിങ്ങനെയുള്ളത് നമ്മുടെ വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ ശിവയോഗി വിലാസം ആരംഭിച്ചത് 1914 ആത്മവിദ്യാകാഹളം ആരംഭിച്ചത് അത് ഇത് ചെയ്തത് 1929 യജമാനൻ എന്ന് പറഞ്ഞ കൃതി ഇറങ്ങിയത് 1939. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ.
ജാതി പ്രമാണം ഹിന്ദുമത പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ഒരു നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ക്ഷേത്രങ്ങളിലൊക്കെ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. തത്വപ്രകാശിക എന്ന് പറഞ്ഞ സംസ്കൃത പഠന കേന്ദ്രം കോഴിക്കോട് 1906 സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. തത്വപ്രകാശിക എന്ന സംസ്കൃത പഠന കേന്ദ്രം കോഴിക്കോട് 1906 സ്ഥാപിച്ച വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ പരിഷ്കരണ രംഗത്ത് മാതൃകയാക്കിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അതായത് വാഗ്ഭടാനന്ദൻ പരിഷ്കരണ രംഗത്ത് മാതൃകയാക്കിയ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് രാജാറാം മോഹൻ റോയ്. അഭിനവ യുവസംഘവുമായി സഹകരിച്ച നവോത്ഥാന നായകനാണ്. നമുക്കറിയാം AV കുഞ്ഞമ്പുവും KP അപ്പുമാസ്റ്ററുമായിരുന്നു അഭിനവ സംഘത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ AV കുഞ്ഞമ്പുവും KP അപ്പുമാസ്റ്ററും നേതൃത്വം കൊടുത്ത അഭിനവ യുവസംഘവുമായി സഹകരിച്ച ഒരു നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ജാതി പ്രമാണം ഹിന്ദുമത പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ തത്വപ്രകാശിക എന്ന പേരിൽ ഒരു സംസ്കൃത പഠന കേന്ദ്രം കോഴിക്കോട് 1906 ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ പരിഷ്കരണ രംഗത്ത് മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയിനെയാണ്. അഭിനവ യുവസംഘവുമായി സഹകരിച്ച ഒരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അതിന് നേതൃത്വം കൊടുത്തത്, ഈ അഭിനവ യുവസംഘത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് AV കുഞ്ഞമ്പുവും KP അപ്പുമാസ്റ്ററും. അഭിനവ യുവസംഘത്തിന്റെ 1ാം വാർഷികത്തില് അധ്യക്ഷത വഹിച്ചതാരാണ്? അത് വാഗ്ഭടാനന്ദനാണ്. അഭിനവ യുവസംഘത്തിന്റെ 1ാം വാർഷികത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരില് ഒരു ജാരസന്തതി എന്ന കൃതി രചിച്ചത് PVK നെടുങ്ങാടിയാണ് കേട്ടോ. ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരില് ഒരു ജാരസന്തതി എന്ന കൃതി രചിച്ചത് PVK നെടുങ്ങാടിയാണ്. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939 മാർച്ച് 29-നാണ്. അപ്പൊ അഭിനവ യുവസംഘത്തിന്റെ 1ാം വാർഷികത്തിൽ അധ്യക്ഷത വഹിച്ചത് വാഗ്ഭടാനന്ദനാണ്. ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരില് ഒരു ജാരസന്തതി എന്ന കൃതി രചിച്ചത് PVK നെടുങ്ങാടിയാണ്. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939 മാർച്ച് 29-നാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ അവരുടെ കൃതികൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇതിപ്പോ നമ്മുടെ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള 3ാമത്തെ ക്ലാസ് ആണ്, പാർട്ട് 3 ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാന കൃതികളാണ് ഇവിടെ പഠിക്കുന്നത്. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ നമ്മൾ ചിട്ടയായിട്ട് നമ്മൾ കോഡ് രൂപത്തിൽ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എക്സാമിനൊക്കെ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം ഒരു 10 കൃതികളാണ് കേട്ടോ പഠിക്കുന്നത്. വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട 10 കൃതികളാണ് നമ്മൾ പഠിക്കുന്നത്. 1ാമത്തേതാണ് ആത്മവിദ്യ ലേഖമാല. അതുപോലെ തന്നെ യജമാനൻ, പ്രാർത്ഥനാഞ്ജലി, ഈശ്വര വിചാരം, മാനസ ചാബല്യം, മംഗള ശ്ലോകങ്ങൾ, പ്രാർത്ഥനാ മഞ്ജരി, ആധ്യാത്മയുദ്ധം, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും. ഇതില് ആത്മ എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ ആത്മ എന്നൊക്കെ തുടങ്ങുന്ന 3 കൃതികൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ആത്മവിദ്യ ലേഖമാല. അപ്പൊ ആത്മ എന്ന് തുടങ്ങുന്നതും ആധ്യാത്മ എന്ന് തുടങ്ങുന്നതും വാഗ്ഭടാനന്ദന്റെ കൃതിയാണ്. 3 കൃതികൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ആത്മവിദ്യ ലേഖമാല, ആധ്യാത്മ യുദ്ധം. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് തുടങ്ങുന്ന 2 കൃതികളുണ്ട്. പ്രാർത്ഥന അഞ്ജലിയുമുണ്ട്, പ്രാർത്ഥന മഞ്ജരിയുമുണ്ട്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് പഠിക്കാം അല്ലെ. പ്രാർത്ഥന അഞ്ജലിയുമുണ്ട്, പ്രാർത്ഥന മഞ്ജലിയുമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ഈശ്വരനോടാണ്. സോ നമുക്ക് ഈശ്വര വിചാരം എന്ന് പറഞ്ഞ കൃതി അതിൽ നിന്നും പഠിക്കാം. ഇപ്പൊ നമ്മൾ 3 കൃതി ആദ്യം പഠിച്ചു. ഏതൊക്കെയാണ്? ആത്മവിദ്യ ലേഖമാല,
ആധ്യാത്മ യുദ്ധം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനാഞ്ജലിയും പ്രാർത്ഥനാ മഞ്ജരിയും. പ്രാർത്ഥന അർപ്പിക്കുന്നത് ഈശ്വരനാണ്. സോ ഈശ്വര വിചാരം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പഠിക്കാം യജമാനൻ. നമുക്കറിയാം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ യജമാനനാണ്. സോ യജമാനൻ നമുക്ക് ആ ഒരു ക്ലൂയിൽ നിന്നും പഠിക്കാം. അപ്പൊ ഈശ്വര വിചാരം കഴിഞ്ഞാൽ പിന്നെ ആരാണ്? യജമാനനാണ് കേട്ടോ, യജമാനൻ. അതുപോലെ തന്നെ പിന്നെ 2 കൃതികള് മാനസ ചാബല്യം പഠിക്കുക, മംഗള ശ്ലോകങ്ങള്. അതുപോലെ തന്നെ വേറൊരു കൃതിയുണ്ട് ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഓരോ കൃതികളുമായിട്ട് കണക്ട് ചെയ്ത് കോഡുണ്ടാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങനെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്തത് കാണാതെ പഠിച്ചു വെക്കുക, ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അത്യാവശ്യം പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചാൽ മതിയാവും. അത് തന്നെ നമുക്ക് എന്തായാലും അത് തന്നെയാണ് മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾക്ക് നമുക്ക് PSC എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഞാൻ ഈ ക്ലാസ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പാഠപുസ്തകത്തോടൊപ്പം എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.